ഹായ് ഓൾ വെൽക്കം ടു ഷാസ്വൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും യൂസ് ചെയ്യാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് ഈ ഒരു ബീഫിന് അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചെറിയ ഉള്ളി ഒന്ന് തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, കട്ട് ചെയ്തിട്ടില്ല. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ചെറുടെ ഉള്ളിയുടെ ഒക്കെ കളറൊന്ന് ചേഞ്ചായി വരണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികം ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മളിതിലേക്ക് മസാലപ്പൊടികളോ തക്കാളിയോ ഇഞ്ചി വെളുത്തുള്ളിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് പെട്ടെന്ന് കൂടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടുന്നത് എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് എല്ലൊന്നും ഇല്ലാത്ത ബീഫാണ്, കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ് നന്നാവുക. ഒരു 1/2 കിലോ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ ആ ഒരു കളർ എന്ന് വെച്ചാൽ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു കളറാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ നല്ല റെഡിഷ് കളറായിട്ട് ആ ഒരു ബീഫിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടിയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് മസാലപ്പൊടികൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ബീഫ് വെന്ത് ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമാണ് കേട്ടോ. ഇനി പതുക്കെ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ബീഫിൽ നല്ല പോലെ ആ ഒരു ചെറിയ ഉള്ളിയുടെയും അതുപോലെ തന്നെ ആ ഒരു വറ്റൽമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. പിന്നെ ബീഫിൻ്റെ ടേസ്റ്റ് നല്ല പോലെ കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉപ്പ് അധികം ഇട്ട് കൊടുക്കണ്ട, അതിനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. സാധാരണ ബീഫിലിടുന്ന അത്രയും ഉപ്പ് ഇതിന് ആവശ്യം വരില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് ഡ്രൈ ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. നല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.